ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മെഴുക്ക് പുരട്ടിയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രൊക്കോളിയും ക്യാരറ്റുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഈ ബ്രൊക്കോളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കോളിഫ്ലവർ ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് അടർത്തി മാറ്റിയെടുക്കണം. ഇനി ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കി കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ചൂടായിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 10 മിനിറ്റ് ഈ ചൂടുവെള്ളത്തിലൊന്ന് മുക്കി വെക്കണം. ബ്രൊക്കോളിയിൽ ഒരുപാട് കാൽസ്യം അതുപോലെ തന്നെ ഫോളിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഈ ഒരു ഐറ്റം ഉൾപ്പെടുത്തിയാൽ നന്നാവും. ഇനി ഇതൊന്നൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ക്യാരറ്റും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ്, അതുപോലെ ഒരു സവാള, 3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്പം വെളുത്തുള്ളി, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഈ ചൂടുവെള്ളത്തിൽ നിന്നൊന്ന് കോരി മാറ്റാം. വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഒരു 3-4 തവണ നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കഴുകി ഞാൻ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്കും ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്തേക്കും 2 ഗ്രാമ്പൂ അതുപോലെ തന്നെ ഒരു ഏലക്ക തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കഷ്ണം പട്ടായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഏകദേശം വഴന്നു വന്ന സമയത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒരുമിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയത്തേക്കും ഇതിലേക്ക് ഒരു കാഷ്യൂ പേസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഇതുപോലെ കാഷ്യൂ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോടു കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പേസ്റ്റാക്കി എടുക്കാം.
കാഷ്യൂ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാതെ ആഡ് ചെയ്യണം. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അടച്ച് വെച്ചിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ബ്രൊക്കോളി ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടേസ്റ്റി ആയിട്ടുള്ള ബ്രൊക്കോളി വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.